എല്ലാവർക്കും സൈഡ് സെഷൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ച, അപ്പോൾ രാവിലെ എഴുന്നേറ്റ് റെഡിയായി. ഞായറാഴ്ച എവിടെ പോവേണ്ട കേട്ടോ? പള്ളിയിൽ പോവേണം. അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. നന്നായിട്ടുള്ള ക്രമീകരണം നടത്തി ഹോളി ഫാമിലി കുടുംബികളും. അപ്പോൾ നമ്മളങ്ങനെ പള്ളിയിൽ നിന്ന് നേരെ വന്ന് വീട്ടിലിറങ്ങി. വീട്ടിൽ നമ്മളവിടെ അവിടെ പള്ളിയിലൊരു പയ്യന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അങ്ങനെ മീനുവിന്റെ ചേട്ടന്റെ പിന്നെ എല്ലാരും ചേട്ടൻ. നമ്മളവിടെ പള്ളിയിൽ പാട്ടൊക്കെ പാടുന്ന നല്ലൊരു അടിപൊളി പയ്യന്റെ ഒരു കൂട്ടുകാരുണ്ട് അല്ലേ, ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ മുട്ടായിയൊക്കെ കൊടുത്ത് മുട്ടായി കഴിച്ചു. ആദ്യം ശരി ശരി. അങ്ങനെ നമ്മൾ വീട്ടിലൊന്ന് കയറിയിട്ടുണ്ട്. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അല്ലേ ആവശ്യം. വീട്ടിൽ ഇന്നത്തെ കേസ് എന്തൊക്കെയാണ്? തിന്നണം. ഇന്നലത്തെ പുട്ടിനെയാണ് നമ്മളിതായത് സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. ഇന്നലത്തെ പുട്ടിനെ സവാള എല്ലാം കൂടെ ഇട്ട് വരട്ടി ഇന്നലെ രാത്രി പുട്ടായിരുന്നു. അപ്പോൾ ആ പുട്ടിനെ കണ്ട അത് ആ സവാളയും എല്ലാ കറിയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തതാണ്. ഇതാ കട്ടായി. പിന്നെ നമ്മൾ ഇന്നലെ പ്രോഗ്രാമിന് പോയിട്ട് വന്നപ്പോഴത്തേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന ദോശ രാത്രി 2:30 ദോശ വാങ്ങിച്ചതാണ്. അപ്പം അങ്ങനെ ദോശയുണ്ട്. അപ്പം ഇന്നത്തേക്ക് ഇതൊക്കെ തന്നെ. അങ്ങനെ ആ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഈ മുറുക്ക് കിളവിയും കൊണ്ട് പോവേ പേരിലെ കൊണ്ടാക്കാൻ പോട്. അച്ഛനെ ഭയങ്കര ബിസി. എനിക്ക് വയ്യ. അമ്മയും അച്ഛനെയും കൂടെ കൊണ്ടത് പേരിലാക്കിയിട്ട് വരുന്ന വഴിക്ക് നമ്മുടെ 16-ാം കല്ലിലോട്ട് കയറുന്ന വഴിക്ക് കാണുന്ന പച്ചപ്പാണ് കേട്ടോ. സൂപ്പറല്ലേ കാണാൻ? അടിപൊളിയല്ലേ? ഇങ്ങനെ പേരിലെ അമ്മച്ചിയൊക്കെ അമ്മച്ചിയുടെ അടുത്ത് അച്ഛനെ അമ്മേനെയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ നേരെ നമ്മളെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ. വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഉച്ചത്തേക്ക് കറി വെക്കാനായിട്ട് വഴുതനങ്ങ, കത്തിരിക്കാന്ന് പറയും ഞങ്ങളിവിടെ. ഇത് 2 എടുത്തിട്ടുണ്ട്. തക്കാളി എടുത്തിട്ടുണ്ട്, നല്ല പഴുത്തത്. പിന്നെ വെളുത്തുള്ളി, സവാള ഇതൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടൊരു കറി വെക്കാൻ പോവേണം. എങ്ങനെയാന്നുള്ളത് വീഡിയോ കാണിച്ചു തരാം. കത്തിരിക്ക ഉടച്ചു കയറി. അതെ, അപ്പൊ ഇതൊന്ന് അരിഞ്ഞിട്ട് കാണിച്ചു തരാമേ. ഇത് നമ്മുടെ ചോറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ അവിടെ വടിച്ച് കമഴ്ത്തി വെച്ചിട്ടുണ്ടേ. വെള്ള കത്തിരിക്കണല്ലേ ഇത്തവണ മലക്കറി ഇത് കൂടെ നമുക്ക് കിട്ടിയത്. ഞാൻ തന്നെ പ്രത്യേകം വാങ്ങിച്ചതാ. ഓ, വഴുതനങ്ങ കറിക്ക് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുഞ്ഞൊരു മുട്ടായിയുടെ കഴിക്കട്ടെ ഈ സമയത്ത്. അപ്പൊ നമ്മളൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തീയൊക്കെ ഓഫ് ചെയ്തു. 2 വിസിൽ അടിച്ചപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം തോട്ടാം. ഇത് എയർ വിടണം. അപ്പൊ അതായത് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി അതിന്റെ വെള്ളം ഊറ്റി കളയണം കേട്ടോ. അരിപ്പെടുത്താതെയായിരുന്നു. അപ്പം എന്താ ഈ കഷ്ണങ്ങളെല്ലാം ഇനി നല്ലതുപോലെ ഉടച്ചു കൊടുക്കണം. ഇത് നമ്മൾ ആദ്യമായിട്ട് വെക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ ഒരു കറി. അപ്പം അത് ഞങ്ങളൊന്ന് വീഡിയോ കൂടി എടുക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്കൂടി ഇങ്ങനെ നമുക്കൊന്ന് കാണിക്കാമെന്ന് കരുതി. അതിനുശേഷം നമ്മളിത് ആ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടേ. പാൻ ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് വെളിച്ചെണ്ണ നമ്മൾ വീത്തി കൊടുത്തിട്ടുണ്ട്.
ഓയിൽ നല്ല രീതിക്ക് ഇരുന്നു. ഇനി ഓഫ് ചെയ്യട്ടോ. ചേട്ടാ നമ്മൾ കണ്ടപ്പോഴേട്ടാ അവർ ഈ കറിയിൽ മുളക് പൊടി ഉപയോഗിച്ചില്ലല്ലോ. മഞ്ഞപ്പൊടിയും പച്ചമുളകും മാത്രമേ ഉപയോഗിച്ചുള്ളൂ. പക്ഷെ നമ്മൾക്ക് അങ്ങനെ എന്തോ നമുക്ക് മുളക് പൊടി വേണമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അതെ, നമ്മളൊരു വീഡിയോ കണ്ടതാണ് കേട്ടോ യൂട്യൂബിൽ. അതില് അവർ പറഞ്ഞേക്കുന്നത് പച്ചമുളകും മഞ്ഞപ്പൊടി ഇട്ട് കുക്കറിൽ വേവിച്ചെടുത്ത് കടുതാളിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മള് പച്ചമുളക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് ഞങ്ങളത് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തതാണ്. ഞങ്ങൾ ഒരു ചെറിയൊരു എരിയും കൂടെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ ചേർത്ത് കൊടുത്തതാണ്. ഞങ്ങളുടെ കത്തിരിക്ക ഉടച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ്. തീ ഇടയാണ്. തീ ചെറുതായിട്ടൊന്ന് ഇട്ട് ചൂടാക്കിയില്ലെങ്കിലേ നേരത്തെ നമ്മൾ തീ ഓഫ് ചെയ്തായിരുന്നു. അത് മുളക് പൊടി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, തീ ഓഫ് ചെയ്തു. നമ്മളെ വെണ്ടയ്ക്ക മെഴുക്ക് കറിയും കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കും. എന്തിനാ മെഴുക്ക് വരട്ടി അത് തന്നെ, വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി അതും റെഡി ആയിട്ടുണ്ട് കേട്ടാ. അപ്പോഴേ കൂട്ടുകാരി നമ്മുടെ റെഡിയായി. ചോറ് കഴിക്കാനുണ്ട്. ചോറ് കഴിച്ച് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഓർത്തത് വീഡിയോ എടുത്തില്ല. നല്ല സൂപ്പർ കറി കേട്ടോ. ആദ്യമായിട്ട് വെച്ചോക്കണമെങ്കിലും സൂപ്പർ കേട്ടോ, കൊള്ളാം കേട്ടോ. ഇനി എളുപ്പത്തിന് ഇങ്ങനെയൊക്കെ കറി വെക്കാൻ കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള ഐറ്റംസ് ഞാൻ കൊണ്ട് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെയുള്ള പിന്നെ നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ വെറൈറ്റി ആയിട്ട് കാണുമ്പോ ട്രൈ ചെയ്ത് നോക്കണമല്ലോ. അതെ, കൊള്ളാം കേട്ടോ. ആരാണ് ചെയ്തെന്നറിയാ? നിങ്ങൾ നമ്മുടെ സിനിമാ നടൻ ബാലയുടെ അല്ല, ഇതല്ലാതെ ഞാൻ നമ്മുടെ കൂട്ടുകാരൊക്കെ ഞാൻ കണ്ടതാണ് പറഞ്ഞത്. അവരുടെ ഒരു ചാനലുണ്ട് ബാലയുടെ കോകില. അപ്പൊ അത് കണ്ട് ഇങ്ങനെ നമ്മള് സ്ക്രോൾ ഇങ്ങനെ പോയപ്പോ അത് കണ്ടപ്പോ വെറൈറ്റി ആയിട്ട് തോന്നിയപ്പോ നമ്മൾ ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ ആ മുളക് പൊടി കൂടെ ചേർത്തു എന്നേ ഉള്ളൂ കേട്ടോ. കഴിക്കട്ടെ. മീനുകുട്ടി കറി കൊടുത്തില്ല, ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കാന്നൊക്കെ പറഞ്ഞ് നിന്നപ്പോഴാണ് കൂട്ടുകാരി മഴ അല്ലേ. ചൂടൊക്കെ മാറി ഇപ്പം മഴയായി. നമ്മൾ ചൂടെന്ന് പറഞ്ഞ് മഴയായി, മഴ പെയ്യുന്നു. അതെ, നമ്മളെ ചോറൊക്കെ കഴിച്ചിട്ട് കയറിക്കിടന്ന് നല്ല രീതിയിലൊരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് ഇപ്പം എണീറ്റതേ ഉള്ളൂ. പിന്നെ ഉള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മളൊരു ഇപ്പം എണീറ്റ് ഒരു കട്ട കെട്ടതും എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വച്ചങ്ങ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.